ഒരു മാസം മുമ്പ് 160, 180 രൂപയായിരുന്നു 1 കിലോ കോഴിയിറച്ചിയുടെ വില. തമിഴ്നാട്ടിലെ വരൾച്ച മൂലം ഭാരം കുറഞ്ഞ കോഴികളെയാണ് ലഭിക്കുന്നത്. ഇത് കാരണം മൊത്ത വ്യാപാരികൾ അയൽ സംസ്ഥാനത്തു നിന്നും കോഴി വാങ്ങുന്നത് കുറച്ചു. തമിഴ്നാടിന്റെ ഇതര ഭാഗങ്ങളിൽ 240 രൂപ വരെ വില ലഭിക്കുന്നതിനാൽ വിൽപ്പനക്കാർ ഇത്തരം വിപണികളിൽ കേന്ദ്രീകരിക്കുന്നു. കർണാടകയിലേക്ക് വൻതോതിൽ കയറ്റി അയക്കുന്നതും സംസ്ഥാനത്തേക്കുള്ള കോഴിവരവ് കുറയാൻ കാരണമാണ്. അവിടെ പ്രൊഡക്ട്സും കുറഞ്ഞതിനെ കൊണ്ടാണ് ഇവിടെ വില കൂടാൻ കാരണം. അവിടെ ചെറിയ ചെറിയ ഫാമുകളൊക്കെ എല്ലാം നിർത്തലാക്കിന്. അപ്പം കർണാടകയിലേക്കൊക്കെ ഇവിടുന്ന് കയറ്റി പോകുന്നുണ്ട് അവിടുന്ന്. അപ്പോൾ അത് കാരണമാണ് ഇവിടെ വില കൂടാൻ കാരണം. അത് മാത്രമല്ല ടാക്സും കാര്യം ഇതൊക്കെ ഇതിനെ കൊണ്ടാണ് ഇത്തിരി കൂടാൻ കാരണം. ഇവിടെ ചിൽഡ്രല്ല, ഇവിടെ ഒരു ദിവസം പിടിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ദിവസം കഴിഞ്ഞാൽ ഇവിടുത്തെ ഫാമിൽ പോയി കഴിഞ്ഞു. തമിഴ്നാട്ടിലെ ചെറുകിട ഫാമുകൾ പ്രവർത്തനം നിർത്തിയതിനാൽ വൻകിടക്കാർ നിശ്ചയിക്കുന്ന വില നൽകുന്നതിന് കേരളത്തിൽ നിന്നുള്ള വ്യാപാരികൾ നിർബന്ധിതരാകുന്നു. 2 ആഴ്ച കൂടി ഈ വില തുടരാനാണ് സാധ്യത. എന്നാൽ കാലവർഷം ആരംഭിച്ചതും ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതും മത്സ്യലഭ്യതയെയും വിലയെയും ഇതുവരെ കാര്യമായി ബാധിച്ചിട്ടില്ല. എന്നാൽ ഒരാഴ്ച കൂടി കഴിയുന്നതോടെ മത്സ്യവില കൂടുമെന്ന് വ്യാപാരികൾ പറഞ്ഞു. മീഡിയ 1 കോഴിക്കോട്.